ഹായ് കൂട്ടുകാരെ, നമ്മുടെ 21 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൻ്റെ ഡേ 15ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വലിയ സത്യം പറയാം. വിജയിക്കാൻ നിനക്ക് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഒന്നും വേണ്ട, ജീനിയസ് ആവേണ്ട, എല്ലാം ഒരു തവണ വായിച്ചാൽ ഓർമ്മിക്കാൻ വേണ്ട. വേണ്ടത് ഒറ്റ കാര്യം മാത്രം: സ്ഥിരത, കൺസിസ്റ്റൻസി. ഇത് മനസ്സിലായാൽ നിന്റെ പഠനയാത്ര മുഴുവൻ മാറും. എടോ, നിനക്കറിയാമോ, ഒരുപാട് ബ്രില്യൻ സ്റ്റുഡൻസ് മത്സര പരീക്ഷകളിൽ വിജയിക്കാറില്ല. അതേസമയം സാധാരണ വിദ്യാർത്ഥികൾ റാങ്ക് വരെ വാങ്ങും. അതെന്തുകൊണ്ടാണ്? കാരണം ബ്രില്യൻ്റ് ആയവൻ ചില ദിവസങ്ങൾ മാത്രം പഠിച്ചു, പക്ഷേ സാധാരണ വിദ്യാർത്ഥി എല്ലാ ദിവസവും പഠിച്ചു. ടാലൻറ്റ് നിന്നെ സ്റ്റാർട്ട് ചെയ്യിക്കും, കൺസിസ്റ്റൻസി നിന്നെ ഫിനിഷ് ലൈനിലേക്ക് എത്തിക്കും. ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കുന്നത് വലിയ കാര്യമല്ല. 30 ദിവസം തുടർച്ചയായി 3 മണിക്കൂർ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. ഒരു പാറയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നു. ആദ്യ ദിവസം ഒന്നും സംഭവിക്കില്ല, 100-ാം ദിവസം പോലും വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാൽ ആ വെള്ളം പാറയിൽ പോലും പാടുണ്ടാക്കും. എന്തുകൊണ്ടാണത്? അത് ശക്തമായതുകൊണ്ടല്ല, അത് നിർത്താതിരുന്നത് കൊണ്ടാണ്. നിന്റെ പഠനവും അങ്ങനെ തന്നെ. ഇന്ന് വായിച്ച ചാപ്റ്റർ ചെറിയതായിരിക്കും, ഇന്ന് സോൾവ് ചെയ്ത MCQ കുറവായിരിക്കും. പക്ഷേ നീ നിർത്താതെ പോയാൽ ആ ചെറിയ ശ്രമങ്ങൾ ചേർന്ന് വലിയ വിജയമുണ്ടാക്കും. ഒരു പക്ഷേ ഇപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടാകാം, എനിക്ക് ഇനിയും സിലബസ് തീർന്നിട്ടില്ല, മറ്റുള്ളവർ എന്നേക്കാൾ വളരെ മുന്നിലാണ്, എനിക്കെൻ്റെ സമയം പോയി. എടാ, ഇന്ന് നിനക്ക് അറിയാത്തത് നാളെ നിനക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് കുറവുള്ളത് നാളെ നിനക്ക് മെച്ചപ്പെടുത്താം. പക്ഷേ ഇന്ന് നിർത്തിയാൽ നാളത്തെ അവസരവും നഷ്ടമാകും. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതാണ്: എനിക്കെല്ലാം അറിയാമോ എന്നല്ല, ഞാൻ ഇന്ന് വീണ്ടും പഠിക്കാനിരിക്കുമോ എന്നതാണ്. വിജയിച്ച ആളുകളെ നോക്കൂ. അവർക്ക് എല്ലാ ദിവസവും മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല, അവർക്ക് എല്ലാ ദിവസവും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഒരു കാര്യം ചെയ്തു, അവർ വീണ്ടും തുടങ്ങി. മഴയായാലും ക്ഷീണമായാലും മാർക്ക് കുറഞ്ഞാലും അവർ അടുത്ത ദിവസം വീണ്ടും പുസ്തകം തുറന്നു. അതാണ് വിജയുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ. ഇന്നത്തെ ഡേ 15 ചലഞ്ച്. ഇന്ന് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിലും പഠിക്കൂ. കുറഞ്ഞത് 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കൂ. പഠനം കഴിഞ്ഞ് നാളെ എന്ത് പഠിക്കുമെന്ന് എഴുതി വയ്ക്കൂ. കാരണം കൺസിസ്റ്റൻസി നാളെയുടെ തീരുമാനമല്ല, ഇന്നത്തെ പ്രവൃത്തിയാണ്. എടാ, ഈ 21 ദിവസത്തിൽ നീ പഠിച്ച ഏറ്റവും വലിയ പാഠം ഒരുപക്ഷെ ഇതായിരിക്കും: എനിക്ക് പെർഫെക്റ്റ് ആവേണ്ട, നിർത്താതെ പോവുക മതി. ഓർക്കൂ, വേഗത്തിൽ ഓടുന്നവൻ എല്ലായ്പ്പോഴും ജയിക്കില്ല, നിർത്താതെ നടക്കുന്നവനാണ് ഒടുവിൽ ലക്ഷ്യത്തിലെത്തുന്നത്. ഡേ 15 പൂർത്തിയാക്കിയവർ കമൻറ്റ് ബോക്സിൽ എഴുതൂ: കൺസിസ്റ്റൻസി ഈസ് മൈ സൂപ്പർ പവർ. നാളെ ഡേ 16 നമുക്ക് വീണ്ടും കാണാം.